കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രശ്നസങ്കീർണമായ ഒരു ലോകത്ത് നമ്മളായിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ലോകസംഭവങ്ങൾ വാക്കും ഭാഷണം കൂടാതെ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ, വിശേഷാൽ ഹാമാസിൽ നടക്കുന്ന കൂട്ടക്കുരുതി, അതിൻ്റെ കാര്യകാരണ സഹിതങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാമെങ്കിലും മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഹൃദയം തേങ്ങുകയാണ്. കാരണം നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ വെടിയുണ്ടകളേറ്റും മിസൈലിൻ്റെ ചീളുകൾ തറച്ചും അങ്ങനെ വിവിധ നിലയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ഹോസ്പിറ്റലിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതെല്ലാം ഗുരുതരമായി വിശപ്പിന് വേണ്ടി ദാഹിക്കുന്ന, വിശപ്പിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യർ നമ്മളെല്ലാം ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ഒരു വലിയ സമൂഹം പട്ടിണിക്ക് അധീനരായി അയ്യം വിളിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ എൻ്റെ മുൻപിൽ ഭക്ഷണം കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ, എനിക്ക് ഭക്ഷിപ്പാനാകാൻ തന്നതിനായി സ്തോത്രം. ഭക്ഷണമില്ലാത്തവർക്ക് അവിടുന്ന് ഭക്ഷണം നൽകണമേ കർത്താവേ എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ പ്രാവശ്യവും എൻ്റെ ആഹാരം ഞാൻ ഭക്ഷിക്കുന്നത്. എനിക്കതേ ചെയ്യാൻ കഴിയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. സ്തോത്രം. മുഖേറ് പറഞ്ഞ സമയം കളയുന്നില്ല. കഴിഞ്ഞ വേദവായന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പ്രവൃത്തി പുസ്തകം 5-ാം അധ്യായത്തിലെ അനന്യാസും സഫീറയും പത്രോസും തമ്മിലുള്ള ഒരു വിഷയം നമുക്കറിയാം. ഞാനതിൻ്റെ 5-ാം അധ്യായം പ്രവൃത്തി 5-ൻ്റെ ചില ഭാഗങ്ങൾ വായിക്കുന്നു. എന്നാൽ അനന്യാസ് എന്ന പേരുള്ളൊരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടുകൂടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത 2 വേദഭാഗങ്ങളാണ്. ഒന്ന്, സാത്താൻ നിൻ്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? രണ്ടാമത്തത്, പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. ഇത്രയ്ക്കോ നിലം വിറ്റത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ, നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുൻപ് നിൻ്റേതല്ലായിരുന്നോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഈ വിഷയം. ഇത് ധ്യാനിച്ച സമയം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഇതൊരു മെസ്സേജായിട്ട് പറയണമെന്നൊരു പ്രേരണ എൻ്റെ ഹൃദയത്തിൽ കിട്ടാനിടയായി. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നവർ വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തത ഒരാത്മഫലമാണ്. ഹല്ലേലൂയ. ഒരു വിശ്വസ്തത എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ഒരാത്മഫലമാണ് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിങ്ങനെ പോകുന്നു ആത്മഫലം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഈ വിശ്വസ്തത എന്നുള്ളത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്.
ഒന്നാമത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നില്ല. രണ്ട്, നമ്മൾ കൂട്ടുവിശ്വാസികളോട് വിശ്വസ്തത പുലർത്തുന്നില്ല. ആത്മീയ സമൂഹത്തോട് വിശ്വസ്ത പുലർത്തുന്നില്ല. ലോക മനുഷ്യരോട് വിശ്വസ്ത പുലർത്തുന്നില്ല. പൗലോസിന്റെ ഒരു പ്രയോഗം, എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും എപ്പോഴും കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. ഒരു കുറ്റമറ്റ മനസ്സാക്ഷി വിശ്വസ്തതയുടെ ഏറ്റവും വലിയൊരു എടുത്തു പറയാനുള്ള ഒരു ക്വാളിറ്റിയാണ് ഒരു കുറ്റമറ്റ മനസ്സാക്ഷി. അത് പൗലോസിനുണ്ട്. എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു. നമുക്കറിയാം, പ്രവൃത്തി പുസ്തകത്തില് പൗലോസിനെ റോമയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 22-ാമത്തെ പ്രവൃത്തി പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ, പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിന്റെ മേൽ ചുമത്തുന്ന കുറ്റത്തിന്റെ സൂക്ഷ്മം അറിവാൻ ഇച്ഛിച്ചിട്ട് അവനെ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചു. അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുൻപിൽ നിർത്തി. ഇനി പ്രവൃത്തി 23-1 പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സോർമാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി പ്രവൃത്തി 24-16 അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. കുറ്റമറ്റ മനസ്സാക്ഷി, കറതീർന്ന ഒരു മനസ്സാക്ഷി, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞൊരു വ്യക്തിത്വമായി നമ്മൾ തീരണം. പൗലോസിന്റെ പ്രയോഗങ്ങളായതൊക്കെ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. ഹുമനയോസും അലക്സാണ്ടറും എന്ത് ചെയ്തു? നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു. നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ നിമിത്തം അവർക്കുണ്ടായ അനുഭവം എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതൊന്നും ആരും വലിയ ഗൗരവമായിട്ട് എടുക്കാത്ത വിഷയമാണ്. ഞാനതിനെ പൂർണ്ണ ഗൗരവത്തോടെ തന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ മനസ്സാക്ഷി മലിനമായാൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. ഉദാഹരണം, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെ ബലമേൽപ്പിക്കുന്നു. ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷി ഉള്ളവനായി അവയെ അനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ ഹുമനയോസും അലക്സാണ്ടറിനെയും സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആത്മീയ ഗോളത്തിലുള്ള 95% ആൾക്കാരെയും ആരെ ഏൽപ്പിക്കണം? സാത്താനെ ഏൽപ്പിക്കണം. നന്നായി ജീവിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു വലിയ സമൂഹം നമുക്കുണ്ട്. വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവമക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ചെയ്യാത്ത ദൈവമക്കൾ ഇഷ്ടംപോലെയുണ്ട്. ശൂഷകന്മാരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷവും മനസ്സാക്ഷി ഇല്ലാത്തവരായി തീർന്നിരിക്കുക. സുവിശേഷം വികൃതമാക്കി, സുവിശേഷത്തെ വിറ്റ്, സുവിശേഷത്തെ ധനസമ്പാദന മാർഗമാക്കി, ശുശ്രൂഷകളെ ധനം കൊയ്തെടുക്കുവാനുള്ള മാർഗങ്ങളാക്കി മനസാക്ഷിയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സമൂഹം നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ അവരെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ നല്ല നിലയിൽ ജീവിക്കുന്നവരെ അല്ല. ആത്മീയ കോളത്തിലുണ്ട്, ഭൗതിക കോളത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, സിനി ഫീൽഡിലുണ്ട്, സ്പോർട്സ് ഫീൽഡിലുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഈ 2 ഗ്രൂപ്പ്, മനസാക്ഷി ഇല്ലാത്തവരും മനസാക്ഷി ഉള്ളവരും. ലോക മനുഷ്യന്റെ കാര്യം നമുക്കങ്ങ് വിടാം. ഇവിടെ ആത്മീയരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്.
ഹുമനോക്സും അലക്സാണ്ടറും നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ അവരെന്തു പറ്റി? ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ മനസ്സാക്ഷി മലിനമായവരെ സാത്താനെ ഏൽപ്പിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? അതിനാരാ ഉള്ളേ? ഞാൻ ആ വിഷയം വിട്ട് എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ പ്രവൃത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ സ്വത്തുകൊണ്ട് വിറ്റ് വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് കമ്പലായിട്ടുള്ള ഒരു ഉപദേശമല്ല, അങ്ങനെ ചെയ്തിരുന്നു. കാരണം വിശ്വസിച്ച് വരുന്നവരെ, രക്ഷിക്കപ്പെട്ട് വരുന്നവരെ പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരമില്ല, അവർക്ക് വസ്ത്രമില്ല. അങ്ങനെ വിവിധ നിലയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്തുള്ളവരൊക്കെ വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ വെച്ചു. അപ്പോസ്തലന്മാർ അത് പകുത്ത് എല്ലാവർക്കും കൊടുക്കും, വിറ്റവർക്കും കൊടുക്കും, എല്ലാവർക്കും സമത്വമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും അത് തികഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ ഈ അനന്യാസും സഫീറയും എന്ത് ചെയ്തു? തങ്ങൾക്കുള്ള വസ്തു വിറ്റ് കൊണ്ടുവന്ന് പത്രോസിന്റെ കാൽക്കീഴിൽ വെച്ചു. സംഭവിച്ചത്, അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് എൻ്റെ സമ്പത്തെല്ലാം ഇതാ വെറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവാല്യത്തിലേക്ക് അനന്യാസും സഫീറയും മാറ്റപ്പെടുകയാണ്. പരിശുദ്ധാത്മ പൂർണ്ണനായി പത്രോസ് ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പ് നിന്റെതല്ലായിരുന്നോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചതെന്ത്? ശ്രദ്ധിക്കണം, ഇവിടുത്തെ വിഷയം അവരുടെ സമ്പത്താണ്, അനന്യാസി സഭയുടെ സമ്പത്താണ്. വിറ്റ് കഴിച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ച് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചു. അതാണ് ഇവിടുത്തെ കുഴപ്പം. ആത്മപൂർണനായ പത്രോസ് അത് ആത്മാവിൽ ഗ്രഹിച്ചിട്ട് അനന്യാസിന് ഊട്ടിടുക. അനന്യാസിനെ പത്രോസ് ശാസിക്കുക. ഹല്ലേലൂയ. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു പദം, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി, നമുക്കൊക്കെ ഓരോ ഹൃദയമുണ്ട്, നമ്മുടെ ഉള്ളിൽ ഓരോ ഹൃദയം ഇരിപ്പുണ്ട്. ഈ ഹൃദയം കർത്താവിന് വേണ്ട പോലെ കൊടുത്തില്ലെങ്കിൽ, ഹൃദയത്തിൽ കർത്താവിനെ വാഴിച്ച് അല്ലെങ്കിൽ കർത്താവ് കർത്തൃത്വം നടത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകാതെ നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ തന്നിഷ്ടപ്രകാരം, നമ്മുടെ ഹിതപ്രകാരം, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വൃദ്ധരായി. അവർക്ക് ഇഷ്ടതുപോലെ ഉള്ളതുപോലെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ അങ്ങോട്ട് കൈവിട്ടു. മനസ്സിലായില്ലേ? അവരുടെ ഹൃദയം സാത്താൻ കയറി മേയാനിടയായി. ദൈവ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവഹിതപ്രകാരം, ദൈവവചന പുസ്തകപ്രകാരം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ നാം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കാതെ വ്യാജമായ നിലയിൽ നമ്മൾ മുൻപോട്ട് പോയാൽ സാത്താൻ നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കും എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഇതാ എൻ്റെ വിഷയം. വിശേഷാൽ ആത്മീയ കോളത്തിൽ തലപ്പത്തിരിക്കുന്നവർ, നേതൃത്വ നിരകളിൽ ഇരിക്കുന്നവർ, ശുശ്രൂഷകൾ വഹിക്കുന്നവർ, വിശ്വാസികളെക്കാൾ ഉപരി ഞാൻ അവരോടായി പറയുന്നു കൂടുതലും. ഹല്ലേലൂയ. സാത്താൻ നമ്മുടെ ഹൃദയത്തെ കൈവശപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിച്ച് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാം. അപ്പോൾ തന്നെ വ്യവസ്ഥ വിട്ട് കഴിയുമ്പോൾ സാത്താനും നമ്മളെ ഉപയോഗിക്കുമെന്നുള്ള ആത്മീക മർമ്മം ഈ സന്ധ്യാസമയം നിങ്ങളൊന്ന് ഗ്രഹിക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കൺവെൻഷനൊക്കെ നടത്തി കഴിയുമ്പോൾ കൺവെൻഷനിലെ ചെലവുകൾ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയൊക്കെ വരുന്നൊരു കാലഘട്ടം. ജനറൽ കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ കോടിക്കണക്കിന് വരുമെന്നൊക്കെയാണ് പറയുന്നത്. ഫണ്ട് റേസ് ചെയ്തെടുക്കുന്നു കോടിക്കണക്കിന്. എന്നിട്ട് കസേരയ്ക്ക്, പന്തലിന്, ബാത്റൂമിന്, ഫുഡിന്, മറ്റുള്ള അറേഞ്ച്മെൻറ്റ്സിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ
കൺവെൻഷനു വേണ്ടി ചെലവഴിച്ചിട്ട് അതിൻ്റെ കണക്ക് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അവരോട് എനിക്ക് ദൈവാത്മാവിൽ പറയാനുള്ളത്, ചോദിക്കാനുള്ളത്, ഇത്രയ്ക്കാണോ നിങ്ങൾ ചെലവഴിച്ചത്? ഇത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചോ? ഇത്ര രൂപ നിങ്ങൾ ഇന്നിന്ന വിഷയങ്ങൾക്ക് വേണ്ടി വകമാറ്റിയെടുത്തോ? അതിൻ്റെ കണക്കുകൾ കൃത്യമാണോ? ഞാൻ പല പാസ്റ്റർമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കൺവെൻഷൻ കഴിയുമ്പോൾ കണക്ക് നോക്കാൻ നേരത്ത് കൂട്ടടിയ. പന്തൽ വിഷയത്തിൽ, പിന്നെ ഫുഡ് വിഷയത്തിൽ, കസേര വിഷയത്തിൽ, മറ്റുള്ള എല്ലാ ക്രമീകരണങ്ങളുള്ള വിഷയത്തിൽ എന്തു ചെയ്യുക? വ്യാജമായ കണക്കുകൾ കൊണ്ടുവന്ന് നിരത്തുക. അവസാനം ചോദ്യവും വഴക്കും വക്കാണവും അടിയും ബഹളവുമായി പര്യവസാനിക്കുന്ന ഒരവസ്ഥ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ആത്മനിറവുള്ള പത്രോസിൻ്റെ മുൻപാകെ അനന്യാസും സഫീറയും പിടിക്കപ്പെട്ടതുപോലെ പ്രിയമുള്ളവരെ, അവിശ്വസ്തതയായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ ദൈവസന്നിധിയിൽ പിടിക്കപ്പെടും എന്ന് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പത്രോസ് ചോദിക്കുന്നു, വിറ്റ ശേഷവും വിൽക്കുന്നതിന് മുമ്പും നിൻ്റെതല്ലായിരുന്നോ? നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ഹല്ലേലൂയ. ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചതെന്ത്? ഇന്ന് ആത്മീയ ഗോളത്തിൽ അവിശ്വസ്തത കാണിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. പലരെയും നന്നായിട്ടറിയാം. നേതൃത്വ നിരകളിൽ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരെയും എനിക്ക് നന്നായിട്ടറിയാം. അവർ വിശ്വസ്തരല്ല. അവർ സാമ്പത്തിക വിഷയത്തിൽ വിശ്വസ്തരല്ല. അവർ ഭൗതിക വിഷയത്തിൽ വിശ്വസ്തരല്ല. അവർക്ക് വരുന്ന കണക്ക് അവർ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നവരല്ല. വ്യാജം പറയുന്നവരാണ്, വ്യാജം ചെയ്യുന്നവരാണ്. നിങ്ങൾ പിടിക്കപ്പെടും. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ മൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ ക്യാമറ വെച്ച് കള്ളന്മാരെയും അവിശ്വസ്തന്മാരെയും പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ജ്വല്ലറികളിൽ ക്യാമറ, സിനിമാ തിയേറ്ററുകളിൽ ക്യാമറ, ബാങ്കുകളിൽ ക്യാമറ, മാളുകളിൽ ക്യാമറ എന്ന് വേണ്ട ചെറിയ ചെറിയ മാടക്കടകളിൽ പോലും ക്യാമറകൾ സെറ്റ് ചെയ്ത് വ്യാജന്മാരെയും കള്ളന്മാരെയും പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീയ ഗോളത്തിൽ കിടന്ന് വിരകുന്ന പല പ്രിയപ്പെട്ടവരും എനിക്ക് നന്നായിട്ടറിയാം. അവർ വ്യാജന്മാരാണ്. അവർ വ്യാജം പറയുന്നവരാണ്. അവർക്ക് ലഭിക്കുന്ന തുകകൾ അവർ വ്യാജമായ നിലയിൽ ചെലവഴിക്കുന്നവരാണ്. കഷ്ടപ്പെടുന്ന വിശ്വാസികൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരുടെ കഷ്ടതയിൽ പങ്കാളികളാകുവാനോ കഴിയാതെ വലിയ തുകകൾ വ്യർത്ഥമായി ചെലവഴിക്കുന്ന ഭക്തന്മാരെന്ന് പറയുന്ന അഭക്തന്മാരെ എനിക്കറിയാം. ഞാനത് കണ്ട് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോടൊന്നും പറയാറില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സുബോധം കൊടുക്കാൻ. ഹല്ലേലൂയ. അന്നത്തിന് വകയില്ലാതെ ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ബൈക്ക് എടുക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരു പൂച്ചയിരിപ്പുണ്ടായി. ആ പൂച്ച എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, സഹതാപത്തോടെ നോക്കി, ചെറിയൊരു ശബ്ദത്തോടെ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എടുത്തിങ്ങോട്ട് ഒന്ന് തന്നേച്ചെന്ന്. ഒരു കഷ്ണം, ആ പലഹാരത്തിൻ്റെ ഒരു പകുതി കഷ്ണം എനിക്കിങ്ങോട്ട് ഇട്ട് തന്നു. ഞാനത് കൊണ്ടുവന്ന് ആ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തു. അതും എടുത്തുകൊണ്ട് അത് ഓടുന്ന ഓട്ടം കണ്ടിട്ട് ഞാൻ സങ്കടപ്പെട്ടു. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മാറിക്കൊണ്ടുവന്ന് ഒളിച്ചു പാത്തു വെച്ച് തിന്നാനായിരിക്കാം. വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. കാരണം നമ്മളൊക്കെ ഇഷ്ടം പോലെ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഈ പൂച്ചയ്ക്കും പട്ടിക്കൊന്നും ആരും ഒന്നും കൊടുക്കാറില്ല. വളർത്തു പൂച്ചകൾക്കും വളർത്തു പട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മുടെ പരിസരത്തുകൂടി വരുന്ന പൂച്ചകൾ നമ്മുടെ മുഖത്ത് നോക്കി ഒന്ന് വിളിച്ചാൽ ഒരിറ്റ് കരുണ കാണിക്കാത്ത എത്രയോ പേര് എനിക്കറിയാം. പറ്റുമെങ്കിൽ കല്ലെടുത്തൊന്ന് എറിയുക, അല്ലെങ്കിൽ വെള്ളമെടുത്ത് അവരെ ഓടിക്കുക ഒളിഞ്ഞു വെച്ച്. ഒരിക്കലും അത് ചെയ്യരുത്. നാക്കെടുക്കുക പ്രാണികളാണ്. അവർക്ക് വായുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്.
അവർക്ക് വയറുണ്ട്, അവർക്ക് വിശപ്പുണ്ട്, അവർക്ക് ക്ഷീണമുണ്ട്, അവർക്ക് ദാഹമുണ്ട്. ഉപദ്രവിച്ചില്ലെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. പറ്റുമെങ്കിൽ എന്തെങ്കിലും കൊടുത്തവരെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയൊരു സഹായം, അവരുടെ വിശപ്പ് ചെറുതായിട്ടൊന്ന് അകറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ എനിക്കത് വലിയ ആത്മസംതൃപ്തിയാണ്. അത് ഭക്ഷിക്കുന്ന കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. തിരിഞ്ഞ് അവരൊരു മിയാന്ന് വിളിച്ച് നമ്മളെ സ്നേഹം പുരസ്സരം നമ്മളെ നന്ദി അറിയിക്കുന്നതും കാണാൻ കഴിയും. അവർ സംസാരിക്കുന്നുണ്ട്, നമുക്കതിൻ്റെ ഭാഷ അറിയത്തില്ലെന്നേ ഉള്ളൂ. 1-2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ പിന്നെയും ചോദിക്കുക, എനിക്കൊന്നുമില്ലേ? അത് അവരുടെ ഭാഷയെ ചോദിക്കുക. ഹല്ലേലൂയ. ഞാൻ ആ വിഷയം വിടട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ചിന്തിച്ചത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഇടപെടുന്ന വ്യക്തികളെ ദൈവം നോക്കുന്നു. അവിശ്വസ്തരായിട്ടുള്ളവരെ ദൈവം, നാടൻ ഭാഷയെ പറഞ്ഞാൽ, അവരുടെ മേൽ FIR ഇടുന്നു. കുറ്റകൃത്യം ചെയ്തവരെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് ചോദ്യം ചെയ്ത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെയും ദൈവം FIR ഇടും. അതുപോലെ ആത്മീയ കുളത്തിൽ നേതൃത്വ നിലയിലിരിക്കുന്നവർ, വിശ്വാസികളാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചാൽ നിങ്ങളുടെ അവിശ്വസ്തത സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മേൽ FIR ഇട്ട് നിങ്ങളെ ശിക്ഷ വിധിക്കുന്ന ദിവസങ്ങളുണ്ട്. ബി കെയർഫുൾ, സൂക്ഷിച്ചുകൊള്ളുക. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറച്ച് എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? വ്യാജം കാണിക്കുക. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആഹാല സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും കണ്ടോ, അവിടെ കയറി വരുന്നുണ്ട്. ഇത് എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും വിട്ട് രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വിഷയമാണിത്. ഇന്ന് വിശ്വാസി വളരാതിരിക്കുന്ന എന്താ? വ്യാജന്മാരാണ് നല്ലൊരു ശതമാനം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷാപൂർത്തിയിലേക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിയാതെ മുരണ്ടിരിക്കുന്ന വിശ്വാസികളുടെ ഒരു സമൂഹമായി ഇന്നത്തെ പെന്തോക്കോ സമൂഹം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. അവർക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റിയില്ല. ഒരാക്ഷരീക കുഞ്ഞ് ജനിച്ചു വീണ് കഴിയുമ്പോൾ ആ വീണ ആ സമയം മുതൽ തള്ളയുടെ പരിചരണം, മറ്റമ്മച്ചിമാരുടെ പരിചരണം, കുഞ്ഞനിയത്തിമാരുടെ പരിചരണം എന്ന് വേണ്ട എത്രയോ പേരുടെ പരിചരണമാണ് ആ കുഞ്ഞിന് കിട്ടുന്നത്. രക്ഷാവാചകം ചൊല്ലിക്കൊടുത്ത് ദൈവകൽപ്പനയായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാനോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാൻ കർത്താവ് പറഞ്ഞിട്ട് അതനുസരിക്കാത്ത എത്രയോ പാസ്റ്റർമാർ ഇന്ന് ലോകത്തിലുണ്ട്. സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക, സഭായത്തിന് കൂടി വന്ന് 3-4 പേര് പ്രാർത്ഥിച്ച് 3-5 പാട്ടും പാടി ഒരു സങ്കീർത്തനം വായിച്ച് സായുജ്യം അടയുന്ന പെന്തോക്കോ സമൂഹമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പെറ്റുകിടക്കുന്ന ഈ വീണ്ടും ജനനം പ്രാപിച്ച ഈ ശൈശവാവസ്ഥയിൽ കിടക്കുന്ന ഈ ശിശുവിനെ വളർത്തിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ നീക്കാൻ അവരോട് ശക്തമായി പറയണം. അവരുടെ വ്യാജം വിടാൻ പറയണം. വ്യാജഭാവം. പത്രോസിലൂടെ വ്യാജം കാണിച്ചു. പത്രോസിൻ്റെ മുൻപാകെ അനന്യാസ് വ്യാജം കാണിച്ചു, സഫീറ വ്യാജം കാണിച്ചു. പരിശുദ്ധാത്മ പൂർണ്ണനായ ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പത്രോസ് അവരെ പിടിച്ചു. അവർ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടാനിടയായി തീർന്നു. അവരുടെ ആത്മാവ് അങ്ങോട്ട് പോയി. ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇന്ന് ആത്മീയ കോളത്തിൽ നടക്കുന്ന വ്യാജ പ്രവൃത്തികൾ, വ്യാജ കണക്കുകൾ എത്രയോ വലുതാണ്. സ്നേഹം വഴി ആർക്കൊന്നും കടപ്പെട്ടിരിക്കുന്നുള്ള വചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ വിശ്വാസികൾ എനിക്കറിയാം പൈസ വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ അത് മറന്ന് ജീവിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയെ ഒരു പക്ഷേ അത് ബാധിക്കുമെന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾ ഓർത്തുകൊള്ളുക. പത്രോസ് ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഏകദേശം 3-ാം മണി, അതിൻ്റെ
പ്രവൃത്തി 5:7 മുതൽ. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഇത് സംഭവിച്ചതൊന്നും അറിയാതെ, കാരണം അനന്യാസിനെ അവർ കൊണ്ടുപോയി അടക്കി, വ്യാജം കാണിച്ചു, പത്രോസ് ചോദിച്ചു, അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കൊക്കെ മഹാഭയമുണ്ടായി. ബാലിക്കർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി കുടിച്ചിട്ടു. ഇതൊന്നും അറിയാതെ മിസ്സിസ് അനന്യാസ് വരികയാ, സഫീറ. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. ഇത്രയ്ക്കോ നിലം വിറ്റത്. സഹോദരന്മാരെ, കസേരയുടെയും ഭക്ഷണത്തിൻ്റെയും കൺവെൻഷൻ കഴിഞ്ഞ് നടക്കുന്ന ഡെക്കറേഷൻ്റെ ഒക്കെ ചെലവുകൾ നിങ്ങൾ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇത്രയ്ക്കാണോ നിങ്ങൾ ചെലവിട്ടത്? ചിന്തിച്ചു കൊള്ളണം നിങ്ങൾ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ വിശ്വാസികളും, എല്ലാ ശുശ്രൂഷകന്മാരും, എല്ലാ പ്രിയപ്പെട്ടവരും നന്നായിട്ട് ഓർക്കേണ്ടത്, നാം ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വിശ്വാസികളായിട്ടുള്ള കർത്താവിൻ്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ സഹോദരന്മാർ, അതെ, അവർ കോൺട്രാക്ടർമാരുണ്ട്, പലവിധ പണിക്കാരുണ്ട്. ഇവർ നല്ലൊരു ശതമാനം വിശ്വസ്തരല്ല. ലോക മനുഷ്യരെ പോലെ കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നവരാണ്. ഇത്രയ്ക്കോ നിലം വിറ്റതെന്ന് നിങ്ങളോട്, പത്രോസിനോട് കർത്താവ് ചോദിച്ചതുപോലെ നിങ്ങളോട് ചോദിക്കും. ഇത്ര രൂപയ്ക്കാണോ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തത്? പന്തലിന് ഇത്രയായോ? കസേരയ്ക്ക് ഇത്രയായോ? സ്റ്റേജ് കെട്ടാൻ ഇത്രയായോ? ഇവിടെ എന്തൊക്കെയോ സഹോദരന്മാരുണ്ട്. അവരാണ് ഈ കണക്കുകൾ, ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് അവിശുദ്ധ ബന്ധത്തോടെ ഇടപെടുന്നവരാണ് നല്ലൊരു ശതമാനവും. വിശ്വസ്തന്മാർ, മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. കാശുണ്ടാക്കാൻ നോക്കിയിരിക്കുക അവർ ജനറൽ കൺവെൻഷൻ വരാനായിട്ട്. ലക്ഷങ്ങളുടെ തിരിമറിയാണ് നടത്തുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്ക്, ഖജാൻസി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു ക്ലിപ്പിൽ കേട്ടു, 10,000 രൂപ കോഴ കൊടുത്ത് വോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന അവസ്ഥകൾ. ഇത്രയ്ക്കോ നിലം വിറ്റത്? ഇത്ര രൂപ കൊടുത്താണോ നിങ്ങൾ സ്ഥാനത്തിലേക്ക് സ്വത്രം അവരെ കയറ്റിയിരുത്തിയത്? ഇത്ര രൂപ കൊടുത്താണോ ആ സ്ഥാനം നിങ്ങൾ പിടിച്ചെടുത്തത്? ദൈവം നിങ്ങളോട് ചോദിക്കും. ദൈവം നിങ്ങളോട് ചോദിക്കും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിങ്ങൾ പിടിക്കപ്പെടും സഹോദരങ്ങളെ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പഴുതുണ്ട്. ഹല്ലേലൂയ. അനന്യാസിനോടും സഫീറയോടും പത്രോസ് ചോദിക്കുന്നു, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്തെന്ന് അനന്യാസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് സഫീറോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇത്രയ്ക്കോ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. ഒരു കൂശലുമില്ലാതെ, അതെ, ഇത്രയ്ക്ക് തന്നെ എന്നവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ പറഞ്ഞൊത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവളുടെ കഥയും കഴിഞ്ഞു. ഭാഗം അറിയാമല്ലോ. 1 മുതൽ 11 വരെ, 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള അധ്യായം വാക്യങ്ങൾ പ്രിയ ദൈവമക്കൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ വായിച്ച് പഠിക്കണം. വായിച്ച് ഗ്രഹിച്ചിട്ട് വേണം ഇത് ഈ മെസ്സേജ് കേൾക്കാൻ. പത്രോസും പിടിക്കപ്പെട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് എത്രയോ അനന്യസ്മാര്, സഫീറമാര് പിടിക്കപ്പെടാൻ കിടക്കുന്നു. അന്ന് ദൈവസഭ സ്ഥാപിക്കപ്പെട്ട സമയത്ത് അത് അപ്പ പണിഷ്മെന്റ് കൊടുത്തിരുന്നു. ഇന്നത് നരകമാക്കി മാറ്റി വെച്ചിരിക്കുക. നമ്മൾ മനസ്സിലായിക്കോണം. ഞാൻ ചെയ്തത്, ഞാൻ പ്രവർത്തിച്ചത്, ഞാൻ വാങ്ങിയത്, ഞാൻ കോട കൊടുത്തത്. 15-ഉം 20-ഉം വിദേശ വിശ്വാസികളുള്ള സഭയിൽ കോട കൊടുത്ത് ഞാൻ പാസ്റ്റർ ആയത്, കോട മേടിച്ച പാസ്റ്ററെ, കോട കൊടുത്ത പാസ്റ്ററെ, നിങ്ങളെല്ലാം പിടിക്കപ്പെടാൻ പോകുകയാണ്. കൺവെൻഷനിൽ അവിഹിതമായി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയവരെ നിങ്ങൾ പിടിക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരമാണ് ഈ സന്ദേശം. ഒരു കാര്യം, റിയലായിട്ട് നടന്നൊരു കാര്യം, സഭയും പ്രസ്ഥാനവും ആളും ഒന്നും ഞാൻ പറയുന്നില്ല. യെരുശലേം കാണിക്കാൻ വേണ്ടി ഒരു സഹോദരൻ, പാസ്റ്റർ എന്നൊക്കെ വിളിക്കാൻ പാടില്ല, പാപമാണ്.
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊണ്ടുപോയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഒരാൾക്ക് വാങ്ങിയത് 1,00,000 രൂപ വെച്ച്, ചെലവായത് 75,000 രൂപ. ആയിരക്കണക്കിന് ആൾക്കാരെ യെരുശലേം കാണിച്ചു വന്നപ്പോൾ ഈ പാസ്റ്ററുടെ കീശയിൽ എത്ര കോടികൾ വീണിട്ടുണ്ടാകും? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചില്ലേ? ഇന്നും ശുശ്രൂഷകൾ ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാൽ വെറും ചപ്പും ചവറും പറഞ്ഞുകൊണ്ട് നടക്കുക, അല്ല ശുശ്രൂഷയൊന്നുമില്ല. വ്യാജ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഈ തട്ടിപ്പ് നടത്തിയ മഹാൻ, പേരൊന്നും ഞാൻ പറയുന്നില്ല, രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ പേര് പറഞ്ഞുതരാം. കാരണം പേര് പറഞ്ഞ ആരെയും അവഹേളിക്കേണ്ടെന്നൊരു ചിന്ത ഉള്ളിൽ വന്നതുകൊണ്ടാണ്. നാളെ അവർ മാനസാന്തരപ്പെട്ടാലോ? സർവ്വലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവില്ലേ അവരുടെ ഹൃദയത്തിലുള്ളത്? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യാജ സ്വഭാവങ്ങൾ, ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഇതെല്ലാം പിടിക്കപ്പെടും. മായമില്ലാത്ത പാലുള്ളിൽ ചെല്ലണമെങ്കിൽ ഇത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ വളരാതിരിക്കുന്നതിൻ്റെ കാരണം, രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് പത്രോസ് പഠിപ്പിക്കുമ്പോൾ ആ പാലുള്ളിലോട്ട് ചെല്ലാതിരിക്കുന്നതിൻ്റെ കാരണം ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഇത് ഹൃദയത്തിൽ തിങ്ങിയിരിക്കുക. പിന്നെ എങ്ങനെ പാലുള്ളിൽ ചെല്ലും? പാലുള്ളിൽ ചെന്നാലല്ലേ വളരത്തുള്ളൂ. ആ ചെറിയ കുഞ്ഞ് പെറ്റു വീണാൽ പാല് കുടിച്ചാലല്ലേ കുഞ്ഞ് വളരുള്ളൂ. പാല് കുടിക്കാതെ എങ്ങനെ വളരും? അതുപോലെ ആത്മീക ശിശു ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് കുടിക്കണമെങ്കിൽ സകല ദുഷ്ടതയും, ചതിയും, വ്യാജഭാവവും, അസൂയയും, നുണയും വിടണം. വ്യാജഭാവം എന്ന ഒരു സ്വഭാവം രക്ഷിക്കപ്പെട്ട് വരുന്നൊരു വിശ്വാസിക്കുണ്ട്. അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ശരീരം പാപജലത്തിലിരിക്കുക. പാപ സ്വഭാവത്തിൻ്റെ കണികൾ അവരിലുണ്ട്. പാപത്തോട് പോരാടണം, പാപത്തോട് നിർത്തി നിൽക്കണം, പാപത്തെ വിട്ടോടണം, പാപത്തെ കീഴ്പ്പെടുത്തണം. 4 കാര്യങ്ങൾ പാപത്തെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ശക്തമായ എൻ്റെ മെസ്സേജിൽ പറയാനിടയായി. ഇത് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്, അല്ല ചുമ്മാ അല്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ പകൽ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയാണ്. 3 രീതിയിൽ നമ്മൾ ദൈവവചനത്തിലൂടെ പഠിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. അല്ലാതെ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. അതാണ് അപ്പോസ്തല ഉപദേശത്തിലൂടെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം അത് തന്നെ. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ പഠിപ്പിച്ച ഉപദേശം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് പഠിപ്പിച്ച പ്രവൃത്തി പുസ്തകം, പ്രവൃത്തി എഴുതിയത് ലൂക്കോസ് ആണല്ലോ. ആ വാക്കിനാൽ, ലേഖനത്താൽ തന്ന പ്രമാണം, നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ പ്രമാണം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പനയും. അതാ പറഞ്ഞ, ഈ കൽപ്പന നമ്മൾ അനുസരിക്കണം. ഇതനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അല്ലാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. വക്രഹൃദയത്തോടെ ജീവിച്ച് ദൈവസന്നിധി ചെല്ലാമെന്ന് ആരും വ്യാമോഹിക്കരുത്. സ്വർഗത്ത് പോകാൻ വേണ്ടി കിടന്ന് കയ്യും കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എന്നിലുള്ള ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ, ജഡസ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ, എന്നിലുള്ള പാപ സ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ, പാപത്തെ വിട്ടോടുവാൻ, പാപത്തോട് പോരാടുവാൻ, ഹല്ലേലൂയ, പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ. ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം പാപമാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാന സബ്ജക്റ്റ് പാപമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ വീണുപോയത് പാപമുഖാന്തരമാണ്. ആ പാപത്തിൻ്റെ പരിഹാരകനായിട്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇനി കർത്താവിൻ്റെ മക്കളായ നമ്മൾക്ക് പാപം ചെയ്യാൻ പാടില്ല. പാപം വരാം, അതാത് സമയങ്ങളിൽ നാം പാപത്തെ ഏറ്റുപറയണം. നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വ്യാജ സ്വഭാവങ്ങൾ വിടണം. ഇത്രയ്ക്കോ നിലം വിറ്റത് സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എങ്ങനെ? അപ്പോസ്തലന്മാർ ദൈവകൃപയിൽ ജ്വലിച്ചിരിക്കുന്ന സമയം
പാപം ചെയ്ത് വന്നവരെ അവരപ്പം തന്നെ പിടിച്ചിട്ടുണ്ട്. 7 സഭകളുടെ ദൂതെഴുതുമ്പോൾ ഒന്നാമത്തെ സഭയായ എഫെസോസ് സഭയിലെ ഒരു ഗ്രൂപ്പ് പ്രവചിക്കാൻ വന്നു, കള്ളപ്രവാചകന്മാര്. ഇന്ന് ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മുടെ ആത്മീയ കുളത്തിൽ. വന്നിട്ട് എന്ത് ചെയ്തു? ഞാനതങ്ങ് വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുക. ദൈവമക്കളെ എന്നോട് ക്ഷമിക്കുക. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിന് 2-ാം അധ്യായത്തിൽ, ഞാൻ നിന്റെ പ്രവൃത്തിയും 2:2 മുതൽ, വെളിപ്പാട് പുസ്തകം 2:2 വാക്യം മുതൽ, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. എഫെസോസ് സഭയിലെ പ്രത്യേകത എന്തായിരുന്നു? കള്ളന്മാർ വന്നപ്പോൾ അപ്പോസ്തലന്മാരായിട്ട് വന്നു, അവരെ കള്ളന്മാരായിട്ട് സഭയുടെ ശുശ്രൂഷകരും വിശ്വാസികളും അവർ കയറി പിടിക്കാനിടയായി. ഇന്ന് വരുന്ന പല കള്ളന്മാരും സ്വൈരമായി കയറി വിരഹിച്ചിട്ടാണ് പോകുന്നത്. അവരെ പിടിക്കാൻ ആളില്ല. കാരണം ദൈവകൃപയുള്ള ശുശ്രൂഷ വൃന്ദങ്ങളില്ല, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരില്ല, സത്യവചനം പത്യവചനം ശക്തിയോടെ പ്രസംഗിക്കുന്നവരില്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നവരില്ല. അതുകൊണ്ട് കള്ളന്മാർ പിടിക്കപ്പെടുന്നില്ല. പത്രോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചവനാണ്. ഞങ്ങൾ കണ്ടു കേട്ടു തൊട്ടു നോക്കി. കർത്താവിന് പ്രാപിച്ച വചനങ്ങൾ എടുത്ത് പ്രസംഗിച്ച് അവരെന്ത് ചെയ്തു? വ്യാജന്മാരെല്ലാം പിടിക്കാനിടയായി തീർന്നു. ഇന്ന് വ്യാജന്മാര് സ്വൈരമായി കിടന്ന് വിരഹിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവശുശ്രൂഷ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വ്യാജന്മാരെല്ലാം നമ്മളിൽ നിന്ന് വചനം കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെല്ലാം വിട്ടുപോകും. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം അവർക്ക് ഏറ്റെടുക്കാൻ പറ്റാതെ ഒന്നുകിൽ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാം അവരെ റിജക്റ്റ് ചെയ്ത് കളയും. ഇത് സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്കും ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ കഴിയത്തുള്ളൂ, ശുശ്രൂഷിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് കഴിയത്തില്ല. വ്യാജന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഉപദേശം പറയാൻ പറ്റത്തില്ല, ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് മനസ്സിലാക്കി. ഞങ്ങളുടെ കൂടെ നടന്ന അനേകര് വ്യാജം കാണിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവർ ഈ ഉപദേശത്തിന് അന്യമായി. ഇപ്പോൾ അവർ അന്യതാ ഉപദേശത്തിൽ കിടന്ന് ഞെളിപിരി കൊള്ളുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലും തെറ്റുകുറ്റങ്ങൾ വരാറുണ്ട്. വരുന്ന തെറ്റുകുറ്റങ്ങൾ അതാത് സമയങ്ങളിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച്, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയ്ക്കോ നിലം വിറ്റത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെങ്ങനെ? ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാം. 30 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5-8 മിനിറ്റ് ധാരാളമായി പോയി. ദൈവമക്കൾ ക്ഷമിക്കുക. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ ജീവിതവും, ലോകത്തോടുള്ള നമ്മുടെ ഇടപെടലുകൾ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഇടപാടുകൾ, ലോകത്തോടുള്ള ഇടപാടുകൾ, പാസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപെടലുകൾ, A to Z വരെയുള്ള ആത്മീയ കോളത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കുക. വിശ്വസ്തന്മാർ ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നു. അത് കർത്താവിൻ്റെ ദൈവമക്കളെ കുറിച്ച്, വിശ്വസ്തന്മാരായ ദൈവമക്കളെ കുറിച്ചാണ്. വിശ്വസ്തന്മാരായി ജീവിച്ചാലാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർക്കപ്പെടാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്തുകൊണ്ടും ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ ഇതൊന്നുമില്ലാത്ത, മായമില്ലാത്ത പാൽ കുടിച്ച് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൽ ഇളവിലേക്ക് നടത്തപ്പെട്ട് കരുത്തനായ ഒരു ദൈവവൈതലായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ആറ്റുനൂറ്റ് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ നമ്മളുമായി തീരുവാൻ തക്കവണ്ണം ഈ സന്ദേശം നമ്മൾക്ക് ഓരോരുത്തർക്കും മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അനേക കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിലും സന്ദർഭോചിതമായി പിന്നെയും നമ്മൾ പഠിക്കുമ്പോൾ അക്കൂട്ടത്തിൽ നമുക്ക് ഗ്രഹിക്കാമെന്നുള്ളത് കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.